ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റർ എങ്ങനെ എലിറ്റ് മോഷൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ 1:1 റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ റിസോഴ്സസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഡ്രൈവ് ലിങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. സോ അത് പോയി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ തേയിലത്തോട്ടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോട്ടോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വലിപ്പം കുറച്ച് കൂട്ടി കൊടുക്കുക. ഒരു ഏകദേശം ഫില്ലാവുന്ന രൂപത്തിൽ വലിപ്പം കുറച്ചും കൂടി ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ബ്ലർ ആഡ് ചെയ്യണം. ബ്ലർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫക്റ്റിൽ പോവുക. ഇഫക്റ്റിൽ പോയിട്ട് ബ്ലറിൽ വന്നിട്ട് ഗേഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ഗേഷ്യൻ ബ്ലറിന്റെ വാല്യൂ ഒരു 0.170 സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിനി ടേബിളിന്റെ PNG യിലേക്ക് ആഡ് ചെയ്യണം. സോ ടേബിളിന്റെ PNG ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് ഇതിന്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഫൈൻ. പിന്നെ പൊസിഷനും ചെറുതായിട്ട് താഴത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് നമ്മളെ നെല്ലറിന്റെ പ്രൊഡക്റ്റിന്റെ PNG ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രൊഡക്റ്റിന്റെ സൈസ് ഒന്ന് കുറച്ച് ഒരു 780 കൊടുക്കുക. ഓക്കെ, ദെൻ ടേബിളിന്റെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു കളർ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കണം. ഇഫക്റ്റിൽ പോയിട്ട് ഇന്നർ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ ഗ്ലോ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ ആക്കുക. ആൽഫ ഒരു 8 കൊടുക്കുക. എന്നിട്ട് റേഡിയസ് വന്നിട്ട് ഒരു 120-121 റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഈ കട്ടൻ ചായന്റെ PNG ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ വെടുത്ത് കുറച്ച് 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 ഒരു 303 കൊടുക്കുക. ഓക്കെ, ദെൻ പൊസിഷനിൽ വരിക. പൊസിഷനിൽ വന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റിന്റെ അടുത്ത് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഓക്കെ, ദെൻ നമ്മളെ പ്രൊഡക്റ്റിന് ഷാഡോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടർ ഡ്രോയിങ് എടുക്കുക. ദെൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ആ ഷേപ്പിന്റെ കളർ ബ്ലാക്ക് ആക്കുക. എന്നിട്ട് പ്രൊഡക്റ്റിന്റെ ലെയറിന്റെ താഴത്തേക്ക് ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഷേപ്പിന്റെ ലെയർ സെലക്ട് ചെയ്യുക. ഇഫക്റ്റിൽ വന്നിട്ട് ഗേഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗേഷ്യൻ ബ്ലറിന്റെ സ്ട്രെങ്ത് ഒരു 0.210 കൊടുക്കുക. ഒപ്പാസിറ്റി വന്നിട്ട് ഒരു 33 സെറ്റ് ചെയ്യുക. ഓക്കെ,
ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ ഷേപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ കളറ് ഒരു ലൈറ്റ് യെല്ലോ കൊടുക്കുക. ദെൻ അതിന്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന് നമ്മളെ പ്രൊഡക്റ്റിന്റെ ലെയറിന്റെ താഴത്തേക്ക് ആക്കി സെറ്റ് ചെയ്യാം. ദെൻ ആ ലെയറിനെ പ്രൊഡക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇഫക്റ്റിൽ വരിക. ഇഫക്റ്റിൽ വന്നിട്ട് ഗൈഷംബർ ആഡാക്കി കൊടുക്കുക. ഗൈഷംബറിന്റെ സ്ട്രെങ്ത് ഒരു 1.065 സെറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ. ദെൻ നമ്മളെ കട്ടൻ ചായക്കും നമുക്ക് ഇതേപോലെ ഒരു ഷാഡോ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ വെക്ടർ ഡ്രോയിങ് എടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഷേപ്പിന്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അത് കട്ടൻ ചായന്റെ ലെയറിന്റെ താഴത്തേക്ക് ആക്കുക. എന്നിട്ട് ഇഫക്റ്റിൽ വരിക. ഇഫക്റ്റിൽ വന്നിട്ട് ഗേഷൻ ബ്ലർ ആഡാക്കി കൊടുക്കുക. എന്നിട്ട് ബ്ലറിന്റെ സ്ട്രെങ്ത് വന്നിട്ട് ഒരു 210 കൊടുക്കുക. ദെൻ ഒപ്പാസിറ്റി വന്നിട്ട് ഒരു 33 കൊടുക്കുക. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നമ്മളെ ചായന്റെ മുകളിൽ ഒരു ആവി സെറ്റ് ചെയ്യണം. അപ്പം ആവിന്റെ PNG ആഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഹൈറ്റും വിടുത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വിടുത്ത് വന്നിട്ട് ഒരു 382 കൊടുക്കുക. ഹൈറ്റ് വന്നിട്ട് ഒരു 188 കൊടുക്കുക. ദെൻ ഒപ്പാസിറ്റി വന്നിട്ട് ഒരു 20 കൊടുക്കുക. ദെൻ ഇത് നമ്മളെ ചായന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു ആവിന്റെ PNG കൂടി ആഡാക്കി കൊടുക്കുക. എന്നിട്ട് സൈസ് ഒരു 202 കൊടുക്കുക. ദെൻ ഇതിന്റെ ഒപ്പാസിറ്റി ഒരു 51 കൊടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചായന്റെ മുകളിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഹെഡിങ് ടാഗ് ലൈൻ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ടെക്സ്റ്റിൽ വരിക. ടെക്സ്റ്റിൽ വന്നിട്ട് ടാഗ് ലൈൻ ആഡ് ചെയ്യുക. ദെൻ ഫോണ്ട് കൊടുക്കുക. നമ്മളിവിടെ TA മിയാവ് എന്ന് പറഞ്ഞൊരു മലയാളം യൂണിക്കോഡ് ഫോണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഫോണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ലൈൻ സ്പേസിംഗ് ഒന്ന് കുറയ്ക്കണം. അതിനുവേണ്ടി ഇഫക്റ്റിൽ വരിക. ഇഫക്റ്റിൽ വന്നിട്ട് ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. അതിൽ ലൈൻ സ്പേസിംഗിൽ വന്നിട്ട് ലൈൻ സ്പേസിംഗ് ഒരു 49.3 കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കണം. ഓക്കെ, ദെൻ ടെക്സ്റ്റ് കറക്റ്റ് മുകളിലേക്ക് ആക്കിയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. നമുക്ക് ഈ ടെക്സ്റ്റിന് കളർ ആഡ് ചെയ്യണം. കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളർ പിക്ക് ചെയ്യണം. നമ്മളെ പ്രൊഡക്റ്റിന്റെ പാക്കേജിൽ നിന്ന് തന്നെയാണ് കളർ പിക്ക് ചെയ്യുന്നത്. പ്രൊഡക്റ്റിന്റെ ഈ ഒരു ഭാഗത്തെ കളറ് മോൾ ഭാഗത്തെ ഈ ഒരു കളർ പിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ടെക്സ്റ്റിന് ഒന്നും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യണം. സോ ഇഫക്റ്റിൽ പോവുക. ഇഫക്റ്റിൽ പോയിട്ട്
ബെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സെലക്ട് ചെയ്യുക, ആംഗിൾ ഒരു -16.6 കൊടുക്കുക. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിൽ വന്നിട്ട് ഒരു 50 കൊടുക്കുക. ദെൻ ഇവിടെ ഫ്രീസ് മാറ്റിയിട്ട് ബെൻഡ് ടു ഓപ്പോസിറ്റ് സൈഡ് ആക്കുക. ഓക്കെ, എന്നിട്ട് ആംഗിളിൽ വന്നിട്ട് ആംഗിൾ ഒരു 4 കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റ് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. സർക്കിളിന് വൈറ്റ് കളർ കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റിന്റെ ഇടത്തേക്ക് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് വിഡ്ത്തും ഹൈറ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സർക്കിൾ ടെക്സ്റ്റിന്റെ ലെയറിന്റെ താഴത്തേക്ക് ആക്കുക. ഇഫക്റ്റിൽ വരിക. ഇഫക്റ്റിൽ വന്നിട്ട് നമ്മളെ ഗേഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഗേഷൻ ബ്ലറിന്റെ വാല്യൂ ഒരു 1.250 കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നെല്ലറിന്റെ ലോഗോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോഗോന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഇഫക്റ്റിൽ വരിക. ഇഫക്റ്റിൽ വന്നിട്ട് സോളിഡ് കളർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെയിൻ ഹെഡിങ് ടാഗ് ലൈന് കൊടുത്ത കളർ തന്നെ നമ്മളെ ലോഗോക്കും കൊടുക്കുക. അതിനുവേണ്ടി ഈ കളർ കോപ്പി ചെയ്യുക. അതായത് നമ്മൾ ഹെഡിങ് ടാഗ് ലൈന് കൊടുത്ത കളർ കോഡ് കോപ്പി ചെയ്യുക. ദെൻ ലോഗോയിൽ വന്നിട്ട് സോളിഡ് കളറിന്റെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന്റെ സൈസ് ഒന്ന് കുറച്ചെടുക്കുക. ദെൻ കറക്റ്റ് മുകളിലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. മുകളിൽ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിന്. ഇതാണ് നമ്മളെ പോസ്റ്ററിന്റെ ഫൈനൽ ലുക്ക്. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇതിൽ നല്ലൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.